നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷം ഇസ്ലാം മത പ്രബോധനം നടത്തി. ഒരിക്കൽ പോലും നബിദിനം കൊണ്ടാടിയിട്ടില്ല. നബിദിനം ആഘോഷിക്കാൻ കൽപ്പിച്ചിട്ടുമില്ല. സ്വഹാബാക്കൾ ആരും നബിദിനം കൊണ്ടാടിയിട്ടുമില്ല. പൂർവിക പ്രവാചകന്മാരുടെ ജന്മദിനം കൊണ്ടാടുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുകയോ പറയുകയോ ചെയ്യാത്ത ഒരു കാര്യം നാം എന്തിന് തുടർന്നു കൊണ്ടുപോകണം? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലത്തിനടക്ക് ചെയ്തിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല, പൂർവീകരൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയണമെങ്കിൽ വലിയ വിവരം വേണം. അവരാരും ചെയ്തതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ അറിവിൽപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ ഉള്ള വിവരം മതി. രണ്ടും രണ്ട് വിവരമാണ്. അങ്ങനെ ഒന്ന് തീരെ ഉണ്ടായിട്ടില്ല എന്ന് പറയണമെങ്കിൽ വളരെ വലിയ വിവരം വേണം. എന്റെ അറിവിൽപ്പെട്ടിട്ടില്ല, എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ ഓരോരുത്തർക്കും അവരവരുടെ അറിവ് മതി. ഒരാളുടെ അറിവിൽപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ 23 കൊല്ലക്കാലത്ത് പ്രവാചക ജീവിതത്തിനിടയിൽ, പിന്നെ സഹാബത്ത് തന്നെ 1,00,000-ലധികം സഹാബത്തുണ്ട്. അവരിൽ ഓരോരുത്തരുടെയും ജീവിതത്തിനിടയിൽ അങ്ങനെ ഒന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറയണമെങ്കിൽ ഈ ബൃഹത്തായ ചരിത്രവും ഹദീസും, ലക്ഷക്കണക്കായ ദശലക്ഷക്കണക്കായ ഹദീസും, ആയിരക്കണക്കായ ചരിത്ര ഗ്രന്ഥങ്ങളും വായിച്ച് ഒരടിക്ക് കമ്പ്യൂട്ടറിൽ ഹാജരാക്കുന്നത് പോലെ മനസ്സിൽ ഹാജരാക്കാനുള്ള ഊർമ്മി, അറിവും വിവരമൊക്കെ വേണം. അത്ര വലിയ വിവരമുള്ള ഒരാള് ഇന്നോട് ചോദിക്കാൻ മാത്രം ചെറുതാവുമെന്ന് ഞാൻ വിചാരിക്കണില്ല. അങ്ങനെ ഉണ്ടല്ലോ ഒന്നും. അത്ര വലിയ വിവരമുള്ള ഒരാള് ഇന്നോട് ചോദിക്കാൻ മാത്രം ചെറുതാവുമെന്ന് ഞാൻ വിചാരിക്കില്ല. നമുക്ക് അത്ര വലിയ വിവരമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇല്ല എന്ന് പറയുന്നത് ഒരു മര്യാദക്കേടാണ്. എന്റെ അറിവിലും ശ്രദ്ധയിലും പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ അറിവിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതാണ് മര്യാദ. ഇനി നമുക്ക് വിഷയം പറയാം. അത് ചോദിക്കണ രീതി ഇനി മേലൊരു മുഖാമുഖം ഉണ്ടാകുമ്പോൾ അങ്ങനെ ചോദിക്കാനാണ് നല്ലത്. സൗകര്യം പോലെ ചെയ്തോട്ടുണ്ട്, അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. നമ്മളങ്ങനെ നിഷ്കർഷിക്കണമൊന്നുമില്ല. അങ്ങനെ നല്ലത് മര്യാദ അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരിക്കലല്ല, തങ്ങൾ എല്ലാ ആഴ്ചയും നബിദിനം കൊണ്ടാടി. നമ്മളിപ്പോ കൊല്ലത്തിലുള്ളൂ, മറ്റേത് ആഴ്ചയിലാണ്. നമുക്കും അത് സുന്നത്താണ്. ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരുടെയും ജന്മദിനങ്ങൾക്ക്, അതാണ് നബിദിനം തന്നെ, ജന്മദിനങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള എല്ലാ നബിമാരും. ആദം നബി അലൈഹിസ്സലാമിന്റെ ജന്മദിനത്തിന്റെ കാര്യം നോക്കൂ. സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ ദിനം വെള്ളിയാഴ്ചയാണ്. തങ്ങൾ അതിന് പറഞ്ഞ ഒരു കാരണം ഫീഹി ഖുലിഖ ആദമു, അന്നാണ് ആദം നബി അലൈഹി ഇസ്ലാം സൃഷ്ടിക്കപ്പെട്ടത്. ഒരു കാരണം അതാണ്, ആദം നബിന്റെ ജന്മദിനാണ്. വെള്ളിയാഴ്ചക്ക് മഹത്വം ഉണ്ടായത് ജന്മദിനായതുകൊണ്ടാണ്. അതാ മഹത്വത്തിന് കാരണം. അല്ലാതെ മഹത്വമുള്ള വെള്ളിയാഴ്ച ആദം നബിക്ക് ജന്മം നൽകിയതല്ല. വെള്ളിയാഴ്ചക്ക് മഹത്വമുള്ളതുകൊണ്ട് അന്ന് ആദം നബിക്ക് ജന്മം നൽകിയതല്ല, ജന്മം നൽകിയതുകൊണ്ട് മഹത്വം കിട്ടിയതാണ്. ആ പറച്ചിൽ വ്യത്യാസമുണ്ട്. ജന്മം നൽകിയതെന്ന് മാത്രം ആ പറച്ചിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ. അതുപോലെ തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കാൻ ഉപദേശിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്ന് എന്റെ ജന്മദിനാണ്, ആ ജന്മദിനത്തെ അനുസ്മരിക്കാനാണ്. മാത്രമല്ല തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചത് കാരണം നരകാവകാശിയായ അബൂലഹബിന് പോലും തിങ്കളാഴ്ച ദിവസം നരകശിക്ഷയിൽ ലഘൂകരണം അനുഭവിക്കുന്നു. മോചനമല്ല, ലഘൂകരണം. അത് ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചതാ കാരണം. സഹാബത്തിന്റെ താബികളുടെ പൂർവികരുടെ കാലത്തില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. അവർ ജന്മദിനം ആഘോഷിച്ചിരുന്നു എന്ന് മാത്രമല്ല, മൗലൂദിന്റെ സദസ്സുകൾ സംഘടിപ്പിച്ചിരുന്നു. താബികളിൽ പ്രമുഖനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നത് 300-ലധികം സഹാബിവര്യന്മാരോട് സഹബത്തുണ്ട്. അവരിൽ തന്നെ 60 പേർ ബദറിൽ പങ്കെടുത്തവരായിരുന്നു. അവരോടൊപ്പം ജീവിച്ച അദ്ദേഹം സഹാബത്തിനോടൊപ്പം നിന്ന് പറഞ്ഞത്, സഹാബത്തിന്റെ കാലശേഷം പറഞ്ഞതല്ല. കാരണം അദ്ദേഹത്തിന്റെ പ്രസ്താവത്തിന്റെ കാലവും അദ്ദേഹത്തിന്റെ ആ പരാമർശത്തിന്റെ താരീഖും പരിശോധിച്ചാൽ ബോധ്യമാകും. അവരോടൊപ്പം ജീവിക്കുന്ന ഹസൻ ബസ്രി പറഞ്ഞത്, എനിക്ക് ഉഹദ് പർവ്വതത്തോളം സ്വർണം ലഭിച്ചാലും പ്രവാചകരുടെ മൗലൂദിന് വേണ്ടി അത് ചെലവഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പൊ ആ കാലം മുതൽക്ക് ഏർപ്പാടുണ്ടായിട്ടല്ലേ. എന്നാൽ ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ ഇത് മുഗപ്പർ രാജാവിന്റെ കാലത്തുണ്ടായതാണ്, നൂറ്റാണ്ടുകൾ പിന്നിട്ട ശേഷം ഉണ്ടായതാണ്. തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണക്ക് ഒരു കാരണമുണ്ട്. അങ്ങനെ ആരോ പാടിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. പാടിയവർക്കും പറഞ്ഞവർക്കൊക്കെ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ശരിയല്ല.
എന്തുകൊണ്ട്? മുസഫർ രാജാവിന്റെ കാലത്തുണ്ടായിരുന്ന തെറ്റിദ്ധാരണയ്ക്ക് കാരണം അദ്ദേഹം ആയിരക്കണക്കിൽ ആട് 10,000 കോഴി അറുത്ത് മൗലൂദിന്റെ പേരിൽ രാജകീയ സദ്യ സംഘടിപ്പിക്കാൻ തുടങ്ങിയത് അദ്ദേഹമാണ്. അദ്ദേഹം മൗലൂദിന്റെ തുടക്കക്കാരനല്ല, കേവല സദ്യയുടെ തുടക്കക്കാരനല്ല, രാജകീയ സദ്യയുടെ തുടക്കക്കാരൻ മാത്രം. ഹസൻ ബസ്രി ആവട്ടെ ഉഹദ് മലയോളം സ്വർണം കിട്ടിയാലും മൗലൂദിന് വേണ്ടി ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പൊ മുസഫർ രാജാവിനെ കാണാൻ വലിയ സദ്യ ഉണ്ടാക്കാൻ ഹസൻ ബസ്രിക്ക് മോഹം. ലഭിച്ചാൽ ചെലവഴിക്കുമായിരുന്നു, ലഭിച്ചില്ല ചെലവഴിച്ചില്ല. അങ്ങനെയുള്ള നമ്മൾ അനുസരിച്ച് പഠിച്ചത്. ലഭിച്ചാൽ ചെലവാക്കുമായിരുന്നു, ലഭിച്ചില്ല ചെലവഴിച്ചില്ല. അതുകൊണ്ട് നേരത്തെ ഇങ്ങനെ സമ്പ്രദായമില്ല എന്നത് ചരിത്രപരമായ വിവരദോഷമാണ്, ചരിത്രപരമായ മണ്ടത്തരല്ല. ചരിത്രപരമായ വിവരദോഷമാണ്. നേരത്തെ ഇങ്ങനെ മൗലൂദ് സമ്പ്രദായം, നബിദിനാഘോഷ പരിപാടികൾ ഇല്ല എന്ന ആക്ഷേപം. പിന്നെ വൈവിധ്യങ്ങൾ വന്നിരിക്കാം. അത് നിങ്ങളിങ്ങനെ 3 കൊടിയുള്ള ഒരു കുബ്ബ ആലേഖനം ചെയ്ത കൊടി കെട്ടിയിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അത് നിങ്ങൾ മൈക്ക ഉപയോഗിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. അതിനെ വിശദീകരിക്കാൻ വേണ്ടി ചേർന്ന സദസ്സിൽ ഫാൻ കറങ്ങിയിരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കുറെ വൈവിധ്യങ്ങളൊക്കെ പ്രയോഗത്തിൽ വന്നിട്ടുണ്ട്. തത്വവും പ്രയോഗവും നമ്മൾ ആലോചിക്കണല്ലോ. തത്വം ഇത് നേരത്തെ ഉള്ളതാണ്, പ്രോത്സാഹനമുള്ളതാണ്. പ്രയോഗത്തിൽ അതാത് കാലങ്ങളിൽ ചില വൈവിധ്യങ്ങളൊക്കെ വന്നു എന്നത് ശരിയാണ്. ആ വൈവിധ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ഈ മുഖാമുഖവും. ആ വൈവിധ്യങ്ങളിൽപ്പെട്ടതാണ് ഈ സ്റ്റേജും ഈ മൈക്കിയും ഈ ഫാനും ഒരാൾ ചോദിക്കലും മറ്റേയാൾ പറയലൊക്കെ. ഈ തത്വം നേരത്തെ ഉള്ളതാണ്, പ്രയോഗവൽക്കരണത്തിലുള്ള വൈവിധ്യങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ആ ആശയം ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല.